ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ. പാളികളിലെ സ്വർണം നഷ്ടമായെന്ന ശാസ്ത്രീയ പരിശോധനാ ഫലവും കോടതി പരിഗണിക്കും. 2017 കൊടിമര നിർമ്മാണത്തിലും UDF ഭരണസമിതി വാജ്യവാഹനം തന്ത്രിക്ക് നൽകിയതിലുമടക്കം കോടതിയുടെ നിലപാട് നിർണായകമാകും. തന്ത്രി കണ്ഠരാജീവരുടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ജാമ്യാപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. TV പ്രസാദാണ് വിശദാംശങ്ങളുമായി ചെയ്തത്. പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ കേസ് പരിഗണിക്കുമ്പോൾ കോടതിക്ക്, അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ കോടതിക്ക് മുൻപിൽ ഈ പാളികളിലെ ശാസ്ത്രീയ പരിശോധനാ ഫലവും എത്തുകയാണ്. അപ്പോൾ അത് നിർണായകമാണ്. ഒപ്പം ഈ പ്രതികളുടെ ജാമ്യാപേക്ഷയായി സ്വാഭാവിക ജാമ്യം തടയാനുള്ള ശ്രമങ്ങളൊക്കെ SITയുടെ ഭാഗത്തു നിന്ന് നടക്കുമ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി താൻ ആണ് ആദ്യം അറസ്റ്റിലായതെന്നുള്ള വാദമുയർത്തി ജാമ്യം നേടാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഇന്നത്തെ ഇനി നിർണായക നീക്കങ്ങൾ എന്തൊക്കെയാണ്? നടപടിക്രമങ്ങൾ ഏതൊക്കെ രീതിയിലാണ്? ആതിര, കീർത്തന, ഗുഡ് മോർണിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇന്ന് ഏറെ നിർണായകമായ ഒരു ദിവസമാണ്. കാരണം VSSCയിൽ നിന്ന് കിട്ടിയ പരിശോധനാ റിപ്പോർട്ട് അതിന്ന് കോടതിയുടെ പരിഗണനയിൽ വരികയാണ് എന്നതാണ്. നമ്മൾ കണ്ടതുപോലെ ദ്വാരപാലക വിഗ്രഹങ്ങളിലും കട്ടിളപ്പടിയിൽ നിന്നും സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതായത് സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ട് എന്ന വിവരം ആ പ്രാഥമിക റിപ്പോർട്ടിൻ്റെ ഭാഗമായി VSSC റിപ്പോർട്ടിൻ്റെ ഭാഗമായി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ അതിലും നിർണായകമായ ഒരു കാര്യം, അതിൻ്റെ കാലപ്പഴക്കം നിർണ്ണയിച്ചുകൊണ്ടുള്ള ഉള്ളടക്കവും ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ഉണ്ട്. കാലപ്പഴക്കം നിർണ്ണയിക്കുക എന്നുള്ളത് ശബരിമലയിലെ കട്ടിളപ്പടിയിലെയും അതുപോലെ തന്നെ ദ്വാരപാലക വിഗ്രഹങ്ങളിലെയും ആ പാളികൾ അത് അപ്പാടെ തന്നെ മാറ്റി കൊണ്ടുപോയോ, അതല്ല സ്വർണം മാത്രമാണോ വേർതിരിച്ചത് എന്നുള്ള കാര്യം ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതും ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരുന്നതോടെ ഏത് രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന നിർദ്ദേശം ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗമായി ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ആ കഴിഞ്ഞ നാളുകളിലുണ്ടായ പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റിൽ ഒന്ന് തന്ത്രി കണ്ഠരാജീവരുടെ അറസ്റ്റാണ്. തന്ത്രി കണ്ഠരാജീവിൻ്റെ അറസ്റ്റും അതുപോലെ തന്നെ തന്ത്രി കണ്ഠരാജീവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളുമെല്ലാം കോടതിയുടെ മുന്നിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കൊണ്ടുവരും. അതോടൊപ്പം തന്നെ KP ശങ്കർദാസിൻ്റെ ആ അറസ്റ്റും കോടതിയെ ബോധിപ്പിക്കും. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഇപ്പോൾ നിലവിൽ അന്വേഷിക്കുന്നത് ശബരിമലയിലെ കട്ടിളപ്പടിയിലും അതുപോലെ തന്നെ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ പാളികളിലുമുള്ള സ്വർണ്ണക്കൊള്ളയാണ് എങ്കിൽ കൊടിമരക്കൊള്ളയിൽ അന്വേഷണം വേണോ എന്നത് സംബന്ധിച്ചുള്ള ഒരു നിർദ്ദേശം ഇന്ന് കോടതിയിൽ നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വാജിവാഹന കൈമാറ്റത്തിൻ്റെ നിയമസാധുത ഇന്ന് കോടതി പരിശോധിക്കുകയും ചെയ്യും. നമുക്കറിയാവുന്നതുപോലെ തന്ത്രി കണ്ഠരാജീവർക്ക് അന്നത്തെ ഭരണസമിതി പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലും അതുപോലെ തന്നെ K രാഘവനും ചേർന്ന് കൈമാറുന്നതിൻ്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ തന്നെയാണ് പുറത്തുവിട്ടത്. അതിൽ ആ കേസെടുക്കാൻ കഴിയുമോ, ശബരിമല കൊടിമരക്കൊള്ളയിൽ എങ്ങനെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന നടപടികളും ഉണ്ടാകും. നേരത്തെ പറഞ്ഞതുപോലെ ആ പോറ്റിയുടെയും തന്ത്രിയുടെയും ജാമ്യാപേക്ഷ ഇന്ന് വരുന്നുണ്ട്. തന്ത്രിയുടെ കാര്യം പോറ്റിയുടെ കാര്യം ആദ്യത്തെ കേസിൽ 90 ദിവസം പിന്നിട്ടത് കൊണ്ട് തന്നെ സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ട് എന്ന വാദം പോറ്റി മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ വളരെ പെട്ടെന്ന് ആദ്യ കേസിൽ കുറ്റപത്രം കൊടുക്കാനുള്ള നീക്കവും പ്രത്യേക അന്വേഷണ സംഘം ഇതിനകം തന്നെ സജീവമാക്കിയിട്ടുണ്ട്. ആതിര, കീർത്തന. ശരി, TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.